വാൽപ്പാറയിൽ ഇന്നലെ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് ആരെയും ഞെട്ടിക്കുന്നതാണ്. മലപ്പുറത്ത് ഒരു സ്കൂളിൽ നിന്നും എല്ലാ വർഷവും അവിടുത്തെ അധ്യാപകർ ഒന്നിച്ച് അവർ ഒരു ടൂർ നടത്തും, എവിടെയെങ്കിലുമൊക്കെ പോവും. ഇപ്പോൾ സ്കൂൾ അടച്ചേക്കുന്ന സമയമാണ്, വേനലാണ്, അപ്പോൾ നല്ലൊരു സമയമാണ് എന്നുള്ളത് കണക്കാക്കിയാണ് അവർ വാൽപ്പാറയിലേക്ക് പോയത്. വാൽപ്പാറ ആ റോഡെന്ന് പറയുന്നത് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അതിരപ്പള്ളി ചെന്നിട്ട് അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ കയറിപ്പോയി മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ ആദിവാസി കോളനി ഞാൻ പോയിട്ടുണ്ട് അവിടെ ഉള്ളത്. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് വാൽപ്പാറയുണ്ട്. ഇതും കഴിഞ്ഞാണ് വാൽപ്പാറ. ഈ വാൽപ്പാറയിൽ നിന്ന് പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാച്ചി ചെല്ലാം. അപ്പോൾ ഈ വാൽപ്പാറയിൽ ചെല്ലുന്നത് വരെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 40ഓളം ഹെയർ പിന്നുകളാണ് ഉള്ളത്, വളവുകൾ. അപ്പോൾ അവിടെ വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് വേണം. അപ്പോൾ ഇത് ഒരു 21 വയസ്സുള്ള ഒരു പയ്യനാണ് ഈ വണ്ടി ഓടിച്ചത്. അപ്പോൾ അവന് ലൈസൻസ് കിട്ടിയിട്ട് തന്നെ എത്ര 3 വർഷമേ ആയിട്ടുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പിന്നെ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഹൈ റേഞ്ചിലൊക്കെ വണ്ടി ഓടിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് വേണം ഹൈ റേഞ്ചിലൊക്കെ വണ്ടി ഓടിക്കാൻ. കാരണം അതിന് പല പ്രശ്നങ്ങളുണ്ട്. ഇത് പോരെങ്കിൽ ഇത് ഈ ഫോഴ്സ് എന്ന് പറയുന്ന വണ്ടി അതിൻ്റെ ആ കമ്പനിയുടെ അത് അവരുടെ ട്രാവലറാണ് ഈ പോയ വണ്ടി. 16 സീറ്ററോ മറ്റോ ആയിരിക്കും. അപ്പോൾ അതിൽ ഏതാണ്ട് 13 പേരാണ് ഇവർ പോയത്. അത് അധ്യാപകർ, പ്രധാന അധ്യാപിക, അതുകൂടാതെ അധ്യാപകർ, പിന്നെ ആ സ്കൂളിലെ ആയ, പിന്നെ അവിടുത്തെ തന്നെ സ്കൂളിലെ ഡ്രൈവർ, പിന്നെ അതുപോലെ പാചകത്തൊഴിലാളി, ഇതും അവരുടെ ഒരു കുട്ടിയും ഉണ്ട്. ഇവരെല്ലാം കൂടെ പോയത്. ഇതിനകത്തുനിന്ന് 9 ജീവനുകളാണ് പൊലിഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 13 ഹെയർ പിൻ, 13ാമത്തെ ഹെയർ പിന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരികയാണ്. അവസാനം അതിൽ നിന്ന് വണ്ടി മറിഞ്ഞിട്ട് അത് 9ാമത്തെ ഹെയർ പിന്നിൽ റോഡിൽ വന്നു വീണു എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ സൈഡ് വാളും ഒരു മരത്തിലുമായിട്ട് തട്ടി അവിടെ നിൽക്കുക. തട്ടാനൊന്നുമില്ല, കാരണം അത് മുഴുവൻ പൊളിഞ്ഞുപോയി. ഈ വാൻ മുഴുവനായിട്ട് പൊളിഞ്ഞുപോയി. ഒന്നും വളരെ തുണ്ട് പീസുകളാണ് എല്ലാം. അതിൽ 9 പേര് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ബാക്കിയുള്ളതിൽ 3 പേരെന്ന് പറയുന്നത് അതീവ ഗുരുതര നിലയിലാണ്. അവർ കോയമ്പത്തൂർ ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയാമോ, ഇതുപോലെ ഒക്കെ യാത്രയൊക്കെ പോകുന്നതൊക്കെ കൊള്ളാൻ നല്ലതാണ്. അപ്പോൾ അവിടെ പക്ഷേ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവൻ അതിന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ അല്ലെങ്കിൽ നമുക്കത് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായത് പണ്ട് ഇതേപോലെ ഒരു ട്രാവലറിൽ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങളെല്ലാം കൂടെ യാത്ര ചെയ്യുകയാണ്. പോയി കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ, ഈ ഡ്രൈവർ തലേന്ന് എവിടൊക്കെയോ ദൂരെ പോയിട്ടൊക്കെ വന്നിട്ട് അവൻ ഉറങ്ങാതെ വന്നേക്കാണ്. അവൻ വണ്ടി ഓടിച്ചോണ്ട് ഉറങ്ങുക. ഞങ്ങൾ നോക്കിയപ്പോൾ അവസാനം പിന്നെ ഞങ്ങൾ വളരെ വിഷമിച്ച്, ഇവനെ ഉറങ്ങാതെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ. അങ്ങനെ ഒരാൾ യമൻ്റെ കൂടെ തന്നെ ഇരിക്കുക ഉറങ്ങാതെ. ആ രീതിയായി യമ ഉറങ്ങിപ്പോതെ നോക്കാൻ. എന്നിട്ട് നോക്കാൻ നടക്കുക. എന്നിട്ട് ആ വണ്ടി കൊണ്ടുപോയി വേറൊരു വണ്ടി തട്ടി. കാരണം അവൻ്റെ ഉറക്കം കൊണ്ടാണ്. ആ തട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങുക എന്നുള്ളത് വിവരം. പിന്നെ അവരുമായിട്ട് പ്രശ്നം ഒക്കെ ഉണ്ടായി. എന്താണ്ട് അവർക്ക് കാശൊക്കെ കൊടുത്ത് അവൻ തന്നെ വിട്ട്. ഏതായാലും അങ്ങനെ പിന്നെയും തുടരുകയാണ്. തേക്കടി പോയ പോക്കാ. അവസാനം രാവിലെ ഞങ്ങൾ പുനലൂരിൽ നിന്ന് വെളുപ്പിനെ 5 മണിക്ക് തിരിച്ച് ഞങ്ങൾ തേക്കടി ചെന്നത് വൈകുന്നേരം 4 മണിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ ഗതികേട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിൽ പിന്നെ ഞാൻ വളരെ സൂക്ഷിക്കും. ഇത് ഈ ട്രാവലർ, ഈ ബസ്, ഈ വണ്ടിക്ക് വാനിനൊരു തകരാറുണ്ട്. തകരാറല്ല അതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്താ അറിയോ, അത് നമ്മൾ ഈ ഇറങ്ങി വരുമ്പോൾ, അതായത് ഇത് മുഴുവൻ ഇറക്കമാണല്ലോ, ഹെയർപിൻ്റെ ഇറങ്ങുകയാണ് ഇറങ്ങി വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് കൂടെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് അങ്ങനെ ബ്രേക്ക് ചെയ്യാതെ ആ രീതിയിൽ വണ്ടി ഓടിക്കാൻ കഴിവുള്ളവരുണ്ട്. കഴിവുള്ളവരല്ല, ശരിയായ ആശാന്മാർ പഠിപ്പിച്ചേക്കുന്ന ആളുകൾ, ഡ്രൈവിങ് പഠിപ്പിച്ചേക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുള്ളൂ. പണ്ട് ഡ്രൈവിങ്ങൊക്കെ ഞാൻ പഠിച്ചപ്പോൾ പോലും എനിക്ക് ആശാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോയി. പക്ഷെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാം അന്ന്, അതായത് കയറുന്ന ഗിയറിൽ തന്നെ ഇറങ്ങണം. അപ്പോൾ നമ്മളൊരു കയറ്റം കയറിപ്പാൻ സെക്കൻഡ് ഗിയറിൽ കയറുകയുള്ളെന്നുണ്ടെങ്കിൽ ആ ഇറങ്ങുമ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറങ്ങണം.
അപ്പോൾ അത് വണ്ടി പിടിച്ച് അത് തന്നെത്താൻ വന്നോളും. അതായത് എൻജിന് അതിനകത്ത് ഹോൾഡുണ്ട്. അപ്പം ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതേ കയറിപ്പോയ അതേ ഗിയറിൽ ഇറങ്ങണം. പക്ഷേ ഇന്ന് ആരെങ്കിലും ചെയ്യുമോ? ഈ 21 വയസ്സുള്ള പയ്യനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഇന്നത്തെ ഈ രീതിയിലൊന്നുമുള്ള ഡ്രൈവിംഗ് അല്ല അവർ പഠിച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ബൈ റോഡിൽ നിന്ന് ഇറങ്ങി വന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വലതുവശം നോക്കണം. അന്ന് പഠിപ്പിക്കുന്നതാണ്. വലതുവശം ഒന്ന് നോക്കണം. നോക്കിയിട്ട് ഒന്നുമില്ലെന്ന് ബോധ്യം ഇടതുവശം നോക്കണം. വീണ്ടും വലതുവശം ഒന്നുകൂടെ നോക്കിയിട്ടേ വണ്ടി ഇറങ്ങാവൂ മെയിൻ റോഡിൽ. പക്ഷെ ഇപ്പോഴാരെങ്കിലും ചെയ്യാറുണ്ടോ? ഓരോരുത്തന്മാർ കൊണ്ടിഞ്ഞ് ഇറങ്ങല്ലേ ബൈ റോഡിൽ നിന്ന്. അതാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ. കാരണം എന്താണെന്നറിയാം, ശരിയായ ശിക്ഷണമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഈ വണ്ടിക്ക് ഇങ്ങനെ കൂടെ അതായത് ഈ ഗിയർ മാറാതെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങേണ്ട ഭാഗം തേർഡ് ഗിയറിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ വണ്ടിക്ക് സ്പീഡ് കൂടല്ലേ. അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൂടെ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം, ഇതിൻ്റെ ഡ്രമ്മും അതിൻ്റെ ലൈനർ ബ്രേക്ക് പാഡും അങ്ങ് ചൂടായി കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. ഒന്നുകിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഈ ദുരന്തം. കാരണം 13ാമത്തെ വളവിൽ നിന്ന് നേരെ വീണ് തട്ടി കരണം മറിഞ്ഞ് 4ാമത്തെ വളവിലേക്കാണ് ഇത് വന്ന് വീണേക്കുന്നത്. അത് 13ൽ നിന്ന് 9ാമത്തതിലേക്ക് ആണ് വന്ന് വീണത്. അപ്പോൾ 4 എണ്ണം ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത്രയും ദൂരം ആയിട്ട് ഇത് മറിഞ്ഞു പോയി. അതിനകത്ത് പിന്നെ ഇരിക്കുന്നവരുടെ കാര്യം നമുക്ക് വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ഈ രക്ഷപ്പെട്ടവരെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് അതിന്ന്. അത് ഇനി 3 പേര് അതീവ ഗുരുതരാവസ്ഥയിലുമാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താ പറയുക, ഒന്നിൽ ഡ്രൈവിങ്ങിൻ്റെ ഈ തകരാറായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ഹെയർ പിന്നെ വല്ലവനും ബൈക്കോ എങ്ങാനും കയറി വന്ന് റോങ് സൈഡ് എങ്ങാനും കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം വെട്ടിത്തിരിക്കുകയോ എങ്ങാനും ചെയ്തതോ ആവാം. പക്ഷെ വെട്ടിത്തിരിക്കുന്നത് മൂലം ഇങ്ങനെ വരത്തില്ല. കാരണം ഇത് പതുക്കെ ഇറങ്ങാൻ പാടുള്ളൂ. അതായത് ഒരു സെക്കൻഡ് ഗിയറിൽ ഇറങ്ങേണ്ട ഇറക്കമാണിത്. സെക്കൻഡ് ഗിയറിലൊക്കെ ഇറങ്ങേണ്ട ഇറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പലരും കാണും, നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നേരെ എരപ്പിച്ചങ്ങോട്ട് എടുക്കുന്ന കാണാം. അത് വണ്ടിക്ക് വലിയ കേടാണ്. അതുപോലെ സെക്കൻഡ് ഗിയർ, അതിന് ഒരു കണക്കുണ്ട്. ഒരു 20 കിലോമീറ്റർ സ്പീഡ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ഗിയർ, അതിലും മേളിലോട്ട് പോയി കഴിഞ്ഞാൽ തേർഡ് ഗിയർ, പിന്നെയുള്ളൂ ടോപ്പൊക്കെ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നല്ലതായിട്ട് ഡ്രൈവിങ് പഠിക്കാതെ, ശരിയായി അഭ്യസിപ്പിക്കാതെ ഈ ആളുകൾ ഡ്രൈവർമാരെ ഇതിനകത്തൊക്കെ കയറ്റിവിടും. ഇപ്പോൾ ഈ പയ്യൻ 21 പേര് കൊണ്ട് 21 വയസ്സുള്ള ഈ പയ്യനാണ് ഇത്രയും പേരെയും കൊണ്ട് ഈ വണ്ടിക്കകത്ത് പോകുന്നത്. ഇത്രയും പേരുടെ ജീവൻ അവൻ്റെ കയ്യിലല്ലേ. അതിനു വേണ്ടിയുള്ള അവൻ അത്രയും ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ അവൻ അത്രയും പ്രായമേ ഉള്ളൂ, പരിസമ്പത്തും ഇല്ല. ഏതായാലും അതീവ ഒരു ദുഃഖകരമായിപ്പോയി ഈ സംഭവം. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ ഡ്രൈവർ അയാൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തലേന്ന് ഉറങ്ങാതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. ഇത് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒരിക്കൽ ഒരു ഡ്രൈവർ, അപ്പോൾ അന്ന് ഓഫീസുകാരാണ്, ഓടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പം ഒരു വളവിന് നേരെ അങ്ങ് പോന്നു. റോഡ് വളവ് അപ്പുറം കാണാവുന്നതാണ്, പക്ഷേ ഈ ക്രോസായിട്ടേ ആ വളവ് തിരിയാതെ നേരെ അങ്ങ് പോവുക. നോക്കിയപ്പോൾ എന്തുവാ, ഇരുന്ന് ഉറങ്ങുക. കാരണം ഉച്ചയ്ക്ക് ഇവിടുന്ന് വളരെ കുശാലായിട്ട് ചാപ്പാട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. ഇതാണ് സംഭവം. ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മൾ നോക്കണം. നമ്മളും കൂടെ നോക്കിയില്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങളാണ്. പിന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ഈ ജീവനുകളെല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഇവരെല്ലാ വർഷവും ഇതുപോലെ വിനോദയാത്രയ്ക്ക് പോകുന്നവരാണ്. അവർ നല്ലൊരു ട്രിപ്പ് വാൽപ്പാറയിൽ ചെന്നിട്ട് വാൽപ്പാറയിൽ നിന്ന് അവർ പൊള്ളാച്ചി വഴി തിരിച്ച് അങ്ങ് മലപ്പുറത്തേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് അവരുടെ യാത്ര തുടങ്ങിയത്. വളരെ കഷ്ടമായിപ്പോയി, വളരെ സങ്കടകരമായൊരു സംഭവമായിപ്പോയി. എത്ര കുടുംബങ്ങളാണ് നശിച്ചതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ.